എൻ്റെ പേര് ആനന്ദ്. എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ തുടങ്ങുകയാണ്. ഞാനിന്നൊരാളെ പരിചയപ്പെടുത്താനാണ് ഇവിടെ വന്നത്. മറ്റാരുമില്ല, എൻ്റെ അനിയൻ തന്നെയാണ്. അവൻ്റെ പേര് അനന്തു. അവന് ഭയങ്കര പേടിയായിരുന്നു എല്ലാത്തിനോടും. പേടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും പേടി എല്ലാവർക്കും ഉള്ളതല്ലേ. പക്ഷെ അവനതങ്ങനെയല്ലായിരുന്നു. ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കുന്നത് പോലും അവന് പേടിയായിരുന്നു. അമ്മ, ഇരുട്ടിനെ മാത്രമല്ലായിരുന്നു അവന് പേടി. അമ്മ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാധാരണമായി കരുതുന്ന പലതും അവനെ ഭീതിപ്പെടുത്തുന്നതായിരുന്നു. അവന് ജീവിതത്തിൽ ഒറ്റ വികാരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പേടിയാണ്. ആന്റി, ഇന്നലെ രാത്രിയും വെള്ളം വെച്ചല്ലേ? ഞാൻ കേട്ട്. കുഞ്ഞിന് ഭയങ്കര പേടിയായിരുന്നു. 10 വയസ്സ് വരെ അവനൊരു കുഴപ്പമുണ്ടായില്ല. പോയതിനു ശേഷം കുഴപ്പം അത്ര ഉണ്ടായിരുന്നു. ഇനി കരയില്ല ആന്റി. ആന്റി ഇങ്ങനെ കരണ്ട ഒരു കാര്യമില്ലല്ലോ. കുറച്ച് നാൾ കഴിയുമ്പം മാറുമായിരിക്കും. നിസ്സാരം ഒരു ചിലന്തിയെ കാണുമ്പോൾ പേടിക്കുന്നത് കുറച്ച് ഓവറല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ വീട്ടിൽ വളർത്തുന്ന സ്വന്തം പട്ടിയെ പോലും അവന് പേടിയാണ്. അമ്മ, എന്തിനമ്മ ഇതിനെവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കണേ? മാറ്റി കെട്ടമ്മ. അനന്തുവിന് സുഹൃത്തുക്കൾ വളരെ കുറവായിരുന്നു. ഒരുതരം ഉൾവലിഞ്ഞ ജീവിതമായിരുന്നു അവൻ്റേത്. അങ്ങനെ ഇരിക്കെയാണ് ഫേസ്ബുക്ക് റിക്വസ്റ്റ് വഴി മറ്റൊരു സുഹൃത്ത് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, കീർത്തന അശോക്. പക്ഷേ ആ ഫ്രണ്ടിനെ സ്വീകരിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഹലോ, നിങ്ങൾ എങ്ങനെ ഫോണിലോട്ട് വിളിക്കുന്നത്? ആദ്യമൊക്കെ അവന് ആ കോളുകൾ ഒരു ശല്യമായിരുന്നു. പിന്നീട് എങ്ങനെയോ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. പക്ഷേ അവനതൊരു പ്രണയമായി തെറ്റിദ്ധരിച്ചു. മോനെ, ചായ കുടിച്ചിട്ട് പോ. വേണ്ടമ്മ, സമയത്ത് ഞാൻ പോയിട്ട് വരാം. എന്നിട്ട് സത്യം പറയാമല്ലോ, നീ വിളിച്ചു തുടങ്ങിയതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കാറില്ല. പതിയെ പതിയെ അവൻ്റെ പേടിയൊക്കെ അങ്ങ് മാറി. പേടി മാത്രം നിറഞ്ഞിരുന്ന അവൻ്റെ മനസ്സിലേക്ക്
പ്രണയം എന്നൊരു വികാരം കൂടി ഉടലെടുത്തു. ഈ കറണ്ട് പോയി കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞാൽ അവൻ്റെ ഈ മാറ്റം ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു. ഞാൻ ആ കഥ ഒന്ന് ചാരിക്കോട്ടെ. ഒരു മിനിറ്റ് വെക്കണ്ട ചാരിക്കോട്ടെ. ഇനി ഞാൻ കുറച്ച് പതുക്കെ സംസാരിക്കും. കുറച്ച് ചേട്ടനുണ്ട്. പതിയെ അവളവനെ വിളിക്കാതെയായി. പ്രണയം തലയ്ക്ക് പിടിച്ചാലുള്ള അവസ്ഥ അറിയാലോ. അവൻ അവളുടെ കോളുകൾക്ക് വേണ്ടി കാത്തിരിപ്പാണ്. ഹലോ, എടി നീ എന്തടി വിളിച്ചിട്ട് എടുക്കാത്ത? 2 ദിവസമായിട്ട് ഞാൻ നിന്നെ വിളിച്ചോണ്ട് നിൽക്കുകയാണ്. ഞാൻ കരുതി നീ വിളിക്കില്ല എന്ന്. എന്താ ഇപ്പം നല്ല പേടിയൊക്കെ മാറിയോ? സത്യം പറയാമല്ലോ, എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല. നിന്നോടുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ. എനിക്ക് നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി. ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ടല്ല കണ്ടത്. കല്യാണം കഴിഞ്ഞതാ. കീർത്തനയുടെ പെട്ടെന്നുള്ള മാറ്റം അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവനാകെ തകർന്നുപോയി. അതിലൂടെ മറ്റൊരു വികാരം കൂടി അവനിലുണ്ടായി, വിരഹം. പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു. ഇപ്പോൾ ഒന്നിനോട് പേടിയില്ല. അമ്മ, ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. The last stage of depression is suicide. അങ്ങനെ ജീവിതത്തിലെ പേടിയും പ്രണയമൊന്നുമില്ലാത്ത മറ്റൊരു ലോകത്തിലേക്ക് ഞാൻ പോയി. എൻ്റെ അനിയൻ്റെ മരണത്തിന് ഉത്തരവാദി ഞാൻ. ആ കുറ്റബോധത്തോടെ ഞാൻ ഇവിടെ ഇരിക്കുന്നു. അവനിലൊരു മാറ്റമുണ്ടാകാൻ ഞാൻ ശ്രമിച്ചതായിരുന്നു തെറ്റ്. അല്ല, അതിന് ഞാൻ തിരഞ്ഞെടുത്ത വഴിയായിരുന്നു തെറ്റ്. ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നാൽ അവൻ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് ഞാൻ കരുതി. ഒരു ഫേക്ക് ഐഡി തുടങ്ങി അവൻ റിക്വസ്റ്റ് അയച്ചു. അവൻ്റെ ഫോണിൽ നിന്ന് ഞാൻ തന്നെ അത് അക്സെപ്റ്റും ചെയ്തു. വോയിസ് ചേഞ്ചർ ആപ്പ് ഉപയോഗിച്ച് കോൾ ചെയ്ത് ഒരു പെണ്ണ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിച്ചു. അധികം ആരുമായിട്ട് ഇടപഴകാത്ത സ്വഭാവക്കാരനായതുകൊണ്ട് വിശ്വസിക്കാൻ അവന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എല്ലാം തുറന്നു പറയാൻ ഒരു സൗഹൃദമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അതൊരു പ്രണയത്തിലെത്തിയതിൽ അവന് തെറ്റ് പറയാൻ പറ്റില്ല. കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാതിരിക്കാനാണ് പെട്ടെന്ന് അവസാനിപ്പിച്ചത്. പക്ഷേ അവസാനിപ്പിച്ച രീതി തെറ്റായിരുന്നു. അവനെടുത്തയാടെ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല.
മരണത്തിൻ്റെ വക്കിലെത്തുമ്പോഴാണ് പലരും ജീവൻ്റെ വില മനസ്സിലാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ജീവനും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പോഴേക്കും തിരിച്ചെത്താനാകാത്ത അത്ര ദൂരത്തിൽ അവനെത്തി. ആ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി, അവൻ്റെ പേടി അവൻ്റെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ. എൻ്റെ തെറ്റ് ഞാൻ നിന്നെ പ്രണയിച്ചതിലല്ല, മറിച്ച് നിനക്ക് പ്രണയമാണെന്ന് ഞാൻ വിശ്വസിച്ചതാണ്. ടു മൈ എക്സ് കീർത്തന അശോക്. Suicide is not a solution to escape from your problems. Every problem has a solution. Believe in, and you just have to find it. You have a great purpose in life.